ഹായ് ഫ്രണ്ട്സ്, ജീസസ് ഫാമ നോട്ട്സിലേക്ക് സ്വാഗതം. നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് ക്ലോറിനെ പറ്റിയാണ്. അതിനു മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി എന്താണ് ക്ലോറിൻ എന്ന് നോക്കാം. ക്ലോറിൻ ഒക്കേഴ്സ് ഇൻ ബോഡി മെയിൻലി ആസ് എ കോമ്പണൻറ്റ് ഓഫ് സോഡിയം ക്ലോറൈഡ്. സോഴ്സസ് നോക്കാം. ഇൻ ദ ഡയറ്റ് ക്ലോറിൻ ഈസ് ടേക്കൺ ആസ് സോഡിയം ക്ലോറൈഡ്. Thus an adequate intake of sodium ensures a satisfactory intake of chloride. നെക്സ്റ്റ് നമുക്ക് ഡെയിലി റിക്വയർമെൻറ്റ്സ് നോക്കാം. ഇൻഫൻസിൽ 275 to 1200 മില്ലിഗ്രാം, ചിൽഡ്രൻസിൽ 500 to 4000 മില്ലിഗ്രാം, അഡൽട്ട്സിൽ 1700 to 5000 മില്ലിഗ്രാം. നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ ഫങ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ഫങ്ഷൻ, ക്ലോറൈഡ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഓസ്മോട്ടിക് പ്രഷർ റെഗുലേഷൻ. സെക്കൻഡ്, ഇൻ വാട്ടർ ബാലൻസ്. Third function, it is required in the production of HCl in gastric juice. Fourth function, it is involved in chloride shift for maintenance of acid-base balance. Next, നമുക്ക് അതിൻ്റെ ക്ലിനിക്കൽ കണ്ടീഷൻസ് നോക്കാം. The normal chloride level of plasma is 103 MEq per liter and in cells 53 MEq per liter. Next, നമുക്ക് a deficient of chloride is associated with excessive losses of sodium. Excess loss of chloride occurs in vomiting, pyloric or duodenal obstruction. Hypochloremic alkalosis is observed in Cushing disease or after administration of excess of cortisone. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുകയും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്ന പ്രതീക്ഷയോടെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഓൾ.